കോഴിക്കോട് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്തിയില്ല എന്നാരോപിച്ച് KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസിന്റെ ചില്ല് യുവതി അടിച്ചു തകർത്തു. മിം സ്റ്റോപ്പിൽ ഇറക്കണമെന്നുള്ള ആവശ്യം ജീവനക്കാർ നിരസിച്ചതോടെയാണ് യുവതി അക്രമം അഴിച്ചുവിട്ടത്. KSRTCയുടെ 2 സർവീസ് മുടങ്ങിയതിന്റെയും സൈഡ് ക്ലാസിന്റെയും തുക യുവതിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. അത്യാവശ്യ കാര്യത്തിനാണ് നിർത്തി തരാൻ വേണ്ടി പറഞ്ഞത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ ഒരു സ്ത്രീ വലിയ ഷോ ഓഫ് ആണ് കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ വൈറലാണ്. ഈ ഒരു സ്ത്രീ വിമർശിച്ചുകൊണ്ട് ധാരാളം ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കമന്റ് വിടുന്നുണ്ട്. നമുക്കറിയാം, ഈ രാത്രികാലങ്ങളിലാണെങ്കിൽ ശരിയാണ്, ഈ സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ ഒരു സ്റ്റോപ്പിൽ ഉറപ്പായും നിർത്തിക്കൊടുക്കണം, ഇല്ലെങ്കിൽ അത് നിയമത്തിന് ചേരുന്ന പ്രവൃത്തിയുമല്ല. പക്ഷേ ഇതിപ്പോൾ പട്ടാപ്പകലാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പിലെല്ലാം നിർത്തിക്കൊടുക്കേണ്ടതില്ല. എന്നിട്ടും ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഇത്ര പ്രകോപിതയായത്? പൊതുമുതലാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ അതോ പൈസ കൊടുത്ത് ഒതുക്കി തീർക്കുകയാണോ? എത്ര പണം ഇവർ അടച്ചിട്ടുണ്ട്? ഷിഹാസ്, കേസിലേക്കോ മറ്റ് നടപടികളിലേക്കോ എത്തിയിട്ടില്ല. 28,000 രൂപ യുവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ സംഭവം ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് പോലീസുമായും ബസ് ജീവനക്കാരുമായും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന KSRTC ബസ്സാണ്. കോട്ടക്കലിൽ നിന്ന് യുവതി കയറുന്നു, കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുക്കുന്നു. ബസ് ലുലുവിന് സമീപത്തെത്തിയപ്പോഴാണ് യുവതി അവിടെ ഇറങ്ങണമെന്ന് ബസ് ജീവനക്കാരോട് ആവശ്യപ്പെടുന്നത്. അവിടെ സ്റ്റോപ്പിൽ നിന്ന് ഡ്രൈവറും കണ്ടക്ടറും വ്യക്തമാക്കുന്നു. യുവതി പിന്നീട് തൊട്ടടുത്ത സ്റ്റോപ്പായ മിംസിൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെയും സ്റ്റോപ്പില്ല എന്ന് ബസ് ജീവനക്കാർ അറിയിക്കുകയാണ്. ഇതോടുകൂടിയാണ് യുവതി പ്രകോപിതയാകുന്നതും തുടർന്ന് ഈ ഡ്രൈവറോടും കണ്ടക്ടറുമായൊക്കെ കയർക്കുന്നത്, വളരെ പ്രകോപിതയായി സംസാരിക്കുന്നത്. നിർത്താൻ കഴിയില്ല, ഇനി സ്റ്റോപ്പ് പുതിയ ബസ് സ്റ്റാൻഡിലാണ് എന്ന് ജീവനക്കാർ അറിയിച്ചതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഹാമർ ഉപയോഗിച്ച് ഈ ബസിന്റെ സൈഡ് ഗ്ലാസ് ഈ യുവതി തല്ലി തകർക്കുകയാണ്. ആ ബസ്സിലെ തന്നെ ഒരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലുമാണ്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ യുവതി താനിതാ പോലീസിലേക്ക് പോവുകയാണ്, പരാതിപ്പെടുകയാണ്, ഇവിടെ എനിക്ക് ഇറങ്ങിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ചില്ല് യുവതി പൊട്ടിച്ചതോടുകൂടി തന്നെ പോലീസിനെ ബസ് ജീവനക്കാർ ഉടൻ തന്നെ വിളിക്കുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് പോലീസുമായി ഒരു സംസാരമുണ്ടാകുന്നു. ഒടുവിൽ പണം നൽകാമെന്ന് ഈ യുവതി പറഞ്ഞതോടുകൂടിയാണ് സംഭവം ഒത്തുതീർപ്പാകുന്നത്. 2 ട്രിപ്പുകൾ മുടങ്ങി KSRTC ബസിന്റെ, അതിന്റെയും ഒപ്പം തന്നെ ഈ സൈഡ് ഗ്ലാസിന്റെയും പണം നൽകി. അതാണ് 28,000 രൂപ. അത് ഇവർക്ക് നൽകിയാണ് സംഭവം ഏതായാലും ഒത്തുതീർപ്പായിട്ടുള്ളത്. പരാതിയൊന്നും ലഭിച്ചിട്ടില്ല, അതിനാൽ തന്നെ കേസിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്ന കാര്യം. ഇതിലിപ്പോൾ യുവതിയുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യുവതി ഈ ഡ്രൈവറോട് പറഞ്ഞിട്ടുള്ള കാര്യം, തനിക്ക് ചില അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ലുലു മാളിൽ, അതുകൊണ്ടാണ് ഉടൻ തന്നെ അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും അത്യാവശ്യം എന്ത് തന്നെ ആയാലും ബസ്സിന്റെ ഒക്കെ അടിച്ചു പൊട്ടിക്കുക, അതും KSRTC ബസ്സിന്റെ ഒക്കെ ചില്ലടിച്ച് പൊട്ടിക്കുക എന്നുള്ളതല്ല അതിനൊരു കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലേതായാലും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ്. കയ്യിലുള്ള 28,000 രൂപ യുവതിക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ആകെ തുക. അത് തന്നെയാണ് അഭിജിത്ത്. അപ്പോൾ ഈ പൊതുസ്ഥലത്ത് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള ആവേശപ്രകടനമൊക്കെ കുറച്ച് പ്രശ്നമാണ്. കയ്യിലിരിക്കുന്ന കാശ് വെറുതെ പോകുമെന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഈ സംഭവം. ഈ യുവതിയുടെ പ്രവൃത്തിയെ ഒരു തരത്തിലും ആരും സോഷ്യൽ മീഡിയയിലും ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോഴും കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോഴും കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ആവേശം കുറച്ച് കൂടിപ്പോയി. 28,000 രൂപ കയ്യിൽ നിന്ന് പോയി.